Welcome to my YouTube channel. Now we are going to discuss about new ratio and sacrificing ratio. നമുക്ക് ആദ്യം തന്നെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്ന് നോക്കാം. അതായത് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിന്റെ ഒരു സർട്ടൻ പോർഷൻ എന്ത് ചെയ്യും, സാക്രിഫൈസ് ചെയ്യുന്നു ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ ഓർ ഇൻകമിംഗ് പാർട്ട്ണർ. ഇപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്ക് വേണ്ടി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ അയാൾക്ക് വേണ്ടി ഗിവ് അപ്പ് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. ആ റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാക്രിഫൈസിങ് റേഷ്യോ. നോക്കാം നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ എന്താന്നുള്ളത്. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, the old partners have to give up a certain portion of their profits in favor of the new partner. In other words, the old partners lose or sacrifice a certain portion of their profits. Old partners എന്ത് ചെയ്യുന്നു, അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ സാക്രിഫൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോസ് നഷ്ടപ്പെടുന്നു. The ratio in which old partners lose or sacrifice their profit is called sacrificing ratio. ഇപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദി റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് ലോസ് ഓർ സാക്രിഫൈസ് ദെയർ പ്രോഫിറ്റ് ഈസ് കോൾഡ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസ് ഈസ് ദി എക്സസ് ഓഫ് ഓൾഡ് പ്രോഫിറ്റ് ഷെയർ ഓവർ ദി ന്യൂ പ്രോഫിറ്റ് ഷെയർ ഓഫ് ദി ഓൾഡ് പാർട്ട്നേഴ്സ്. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ, അതായത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിൽ നിന്ന് ന്യൂ ഷെയർ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സാക്രിഫൈസ് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം ന്യൂ റേഷ്യോ. ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് മ്യൂച്വലി ഡിസൈഡഡ് ബൈ പാർട്ട്നേഴ്സ് ഓൺ അഡ്മിഷൻ. അഡ്മിഷൻ സമയത്ത് ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർസ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു സർട്ടൻ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ന്യൂ പാർട്ട്ണർ, ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ ചെയ്യുന്നു. ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി പാർട്ട്നേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദി ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് എങ്ങനെയാണോ ഇവരത് റിസീവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയർ വരുന്നത്. അപ്പൊ നമുക്ക് സാക്രിഫൈസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ന്യൂ ഷെയർ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുക. അനീഷ് ആൻഡ് ബിനീഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 3:1. ഇതാണ് അവരുടെ ഓൾഡ് ഷെയർ. ചിത്ര ഈസ് അഡ്മിറ്റഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഫോർ 1/4 ഷെയർ. ഇപ്പൊ പുതിയ പാർട്ട്ണർ ചിത്രയാണ്. ചിത്രയുടെ ഷെയർ എത്രയാണ്, 1/4 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് അനീഷ് ആൻഡ് ബിനീഷ് ഈസ്. ഇപ്പൊ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത, ഓൾഡ് ഷെയർ തന്നിട്ടുണ്ട് നമുക്ക്, അതുപോലെ തന്നെ പുതിയ പാർട്ട്ണറുടെ ഷെയറും തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ നമുക്ക് 3:1 തന്നെ എഴുതിയാൽ മതി. ഓർക്കേണ്ട കാര്യം ഇതാണ്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ പാർട്ട്ണറുടെ ഷെയറും തന്നിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 തന്നെയാണ്, ഓൾഡ് റേഷ്യോ തന്നെയാണ്. അവിടെ നമുക്ക് വേറെ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. മാർച്ച് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജയ ആൻഡ് ലളിത ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2. ഇതാണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദേ അഡ്മിറ്റഡ് ജാനകി ആസ് എ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർ ആരാണ്, ജാനകിയാണ്. ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:2:1. നമ്മളോട് സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ.
ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഇവിടെ നോക്കാം, നമുക്ക് ജെയുടെ സാക്രിഫൈസ് എത്രയാന്ന് നോക്കാം. ജെയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5. 3:2 ആയതുകൊണ്ട് 3/5 മൈനസ് ന്യൂ ഷെയർ 3:2:1 ആണ്. അപ്പൊ 3/6. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ 5ഉം 6ഉം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് ഒരുപോലെ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. അപ്പൊ 6 × 3 എന്ന് പറയുമ്പോൾ 18, 6 × 5 30 മൈനസ് 5 × 3 15, 5 × 6 30. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് 3/30. ജെയുടെ സാക്രിഫൈസ് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ലളിതയുടെയും കണ്ടുപിടിക്കണം. ലളിതയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 2/5 മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? 2/6. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു. ഇപ്പോൾ 12/30 മൈനസ് 10/30 ഈക്വൽസ് 2/30. അപ്പോൾ നമുക്കിവിടെ സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽസ് 3:2. 3:2 നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. മാർച്ച് 2020 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 7:6. They admit Z into partnership agreeing to share profit and losses in future ratio 4:5:6. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പാർട്ട്നേഴ്സ് എക്സും വൈയും ആണ്, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ്. അവരുടെ ഷെയർ 7:6. അപ്പോൾ ഓൾഡ് റേഷ്യോ 7:6. ന്യൂ പാർട്ട്ണർ സെഡ് ആണ്. നമുക്ക് ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട് 4:5:6. പിന്നെ ഓൾഡ് ഷെയറും ന്യൂ ഷെയറും തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമുക്കത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിവിടെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഇപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എക്സും വൈയും ആണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സിന്റെ സാക്രിഫൈസ് നോക്കാം. എക്സിന്റെ സാക്രിഫൈസ് എത്രയാണ്? ഓൾഡ് ഷെയർ എത്രയാണ്? 7:6 ആണ്. അപ്പോൾ 7/13 മൈനസ് ന്യൂ ഷെയർ എത്രയാ? 4:5:4. അപ്പം നമുക്കിവിടെ 4/13 കിട്ടി. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് നേരെ മൈനസ് ചെയ്യാം. അപ്പോൾ 3/13 എക്സിന്റെ സാക്രിഫൈസ് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് വൈയുടെ സാക്രിഫൈസ് എത്രയാന്ന് നോക്കാം. വൈയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 6/13 മൈനസ് ന്യൂ ഷെയർ എത്രയാണ്? 5/13 ഈക്വൽസ് 1/13. അപ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ എക്സ് ആൻഡ് വൈയുടെ സാക്രിഫൈസിങ് റേഷ്യോ 3:1 കിട്ടി.